ജപ്പാനിലെ ആളുകൾ ഇത്ര സ്ലിം ആവാൻ കാരണം എന്താന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ജിം മെമ്പർഷിപ്പ് കുറവാണ്. പക്ഷെ പൊണ്ണത്തടിയുടെ ശതമാനം നോക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കുറവ് പൊണ്ണത്തടിയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. പക്ഷെ ഇന്ത്യയിലോ ജിം പോകുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഡയറ്റ് പ്ലാനുകൾ, ഫാറ്റ് ബേണർ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാം ട്രൈ ചെയ്യുന്നവര് കൂടുതലല്ലേ. പക്ഷെ നമ്മുടെ വയറും വണ്ണവും കുറയുന്നില്ല. അപ്പോൾ പിന്നെ ജപ്പാനീസ് ആളുകളുടെ സീക്രട്ട് എന്തായിരിക്കും? അവർക്ക് എന്തെങ്കിലും മാജിക് ഡയറ്റ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കൊന്നും അറിയാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഹാക്ക് എന്തെങ്കിലും ഉണ്ടോ? സത്യം പറയാം, ജപ്പാനിൽ വണ്ണം കുറയ്ക്കുന്ന രഹസ്യം അവരുടെ ജിമ്മിലൊന്നും അല്ല, അവരുടെ പ്ലേറ്റിലാണ്. അവർ ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ്. ഇന്ന് ഈ വീഡിയോയിൽ ജപ്പാനിലെ ആളുകളെ അനായാസം സ്ലിമ്മായി തുടരാന്, മെലിഞ്ഞിരിക്കാൻ സഹായിക്കുന്ന അവരുടെ ഭക്ഷണ രീതികളെ ജീവിത ശൈലിയിലും അതുപോലെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുന്നേ വെയിറ്റ് ലോസിനെ കുറിച്ച് നിങ്ങളുടെ ചിന്ത തന്നെ മാറിയിട്ടുണ്ടാവും. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹയർഫിറ്റ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഓരോ സീക്രട്ട് ആയിട്ട് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ആദ്യത്തേതെന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത് 1-3 സിസ്റ്റമാണ്. പേര് കേൾക്കുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ തോന്നും, പക്ഷെ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. 1-3 സിസ്റ്റം. ഒരു സൂപ്പ്, ഒരു സാപ്ലർ ഫുഡ്, ഒരു സൈഡ് ഡിഷസ്. അതായത് 3 സൈഡ് ഡിഷസ്. അതായത് ഒരു റൈസ് പോർഷൻ ഉണ്ടാവും, ഒരു അരിഭക്ഷണം ഉണ്ട്, ഒരു സൂപ്പ് ഉണ്ട്, മറ്റ് 3 സൈഡ് ഡിഷസ് ഉണ്ട്. ഈ സൈഡ് ഡിഷസിൽ വെജിറ്റബിൾസും ഫിഷും ഒക്കെ ഉണ്ടാവും. ഇതൊരു നല്ലൊരു സിസ്റ്റമാണ്. അതായത് പിന്നെ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ജപ്പാനീസ് പിക്കിൾ കൂടി കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിൽ വെയിറ്റ് ലോസ് സീക്രട്ട് എവിടെയാ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്, ഇതിൽ 3 പവർഫുൾ ആയിട്ടുള്ള വെയിറ്റ് ലോസ് റീസൺ ഉണ്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, അതിൽ പോർഷൻ സൈസ് ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവൂലേ, ഒരു റൈസ് ബൗള്, ഒരു സൂപ്പ്, ഒരു 3 സൈഡ് ഡിഷസും, അത്ര തന്നെ ഉള്ളൂ അല്ലേ. പക്ഷെ ഇതിൽ നമുക്ക് പ്ലേറ്റ് കൺട്രോള്, പോർഷൻ കൺട്രോള് ഓട്ടോമാറ്റിക്കലായിട്ട് നടക്കും. ചെറിയ പ്ലേറ്റുകളിലല്ലേ ഇത് വിളമ്പി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ കലോറി നമ്മൾ അറിയാതെ തന്നെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന പോലെ ഒരു വലിയ പ്ലേറ്റ് എടുത്തിട്ട് കുറെ റൈസ് ഇട്ടിട്ട് ഇനിയും കുറച്ചും കൂടി റൈസ് ഇടാന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അപ്പൊ ആ സൈക്കിള് കുറയുന്നുണ്ട് അല്ലേ. ജപ്പാനീസ് ഭക്ഷണത്തിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി തന്നെ ഇതാട്ടോ. അവര് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല, ആ സിസ്റ്റം കൊണ്ട് തന്നെ അവരൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, ഓവർ ഈറ്റിംഗ് തടയുന്നുണ്ട്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്, അതിന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഹര ഹച്ചിബു എന്ന് പറയുന്ന ഒരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 80% വയറ് ഫുള്ളാവുമ്പോഴേക്കും അവർ ഭക്ഷണം നിർത്തുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, സ്റ്റൊമക്ക് ഓവർലോഡ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാൻ ഈ 1-3 സിസ്റ്റം അവരെ സഹായിക്കുന്നുണ്ട്. കാരണം ഇതൊരു ബാലൻസ്ഡ് മീലാ അല്ലെ. ഹെവി അല്ല, നമ്മുടെ ബോഡി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നമുക്കിത് കഴിച്ചാൽ സ്ലീപ്പി ആയിട്ടോ വയറൊക്കെ ഫില്ലായ പോലെയോ ഗ്യാസ് ഉള്ള പോലെയോ ഒന്നും തോന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പെർഫെക്റ്റ് ന്യൂട്രീഷൻ ബാലൻസ് ഉണ്ട്. റൈസ് നമ്മുടെ ബോഡിക്ക് അതിൽ കാർബോഹൈഡ്രേറ്റ് നൽകും, എനർജിക്കായിട്ട് അത് നമ്മളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതിലെ ഡിഷസിലെ മെയിൻ ഡിഷായിട്ടുള്ള ഫിഷ്, അത് നമ്മുടെ ചിക്കനോ ഫിഷോ എഗ്ഗോ എന്തോ ആവാം, അത് പ്രോട്ടീൻ നൽകുന്നുണ്ട്. പിന്നെ അതർ ആയിട്ടുള്ള സൈഡ് ഡിഷസ്, അത് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെ നൽകുന്നുണ്ട്. അതായത് ജപ്പാനീസ് ആളുകൾ ഇത് കഴിക്കുമ്പോൾ കാലറി കുറവായിരിക്കും, പക്ഷെ അവർ വീക്ക് ആവില്ല, എപ്പോഴും അത് അവരെ മെലിഞ്ഞിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇതിന്റെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മീൽസ് കൂടുതലും ഗ്രിഡ്ലിങ്ങിലൂടെ, സ്റ്റീമിങ്ങിലൂടെയൊക്കെയാണ്, ബോയിലിങ്ങിലൂടെയൊക്കെയാണ് കുക്കിംഗ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള, നമ്മൾ അധികം വറുത്ത് പൊരിച്ചെടുക്കാറുണ്ട് അല്ലെ ഫിഷൊക്കെ, അതിവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് ഒരു കംപ്ലീറ്റ് ജപ്പാനീസ് മീല് ഒരു ആവറേജ് 500 മുതൽ 700 കാലറി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ പ്ലേറ്റിൽ തന്നെ ഒരു 1000 കലോറി കിടക്കുന്നത് വളരെ ഈസി ആയിട്ടായിരിക്കും.
അതുകൊണ്ടാണ് ജപ്പാനിലെ ആളുകൾ സ്ട്രിക്റ്റ് ഡയറ്റ് ഇല്ലാതെ തന്നെ മെലിഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ആക്ഷൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇനി ചെറിയ പ്ലേറ്റുകൾ എടുക്കുക. അതിൽ ഒരു പ്ലേറ്റിൽ നമ്മൾ ചെറിയൊരു പ്ലേറ്റിൽ ചോറ് എടുക്കുക. ബാക്കി 50% വെജിറ്റബിൾസും 25% പ്രോട്ടീൻ ആവാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് കുറച്ചിട്ട് ഗ്രില്ലിഡോ സ്റ്റീമിഡോ ആയിട്ടുള്ള കുക്കിംഗ് ഓപ്ഷനുകൾ ട്രൈ ചെയ്യുക. ഒരു ചെറിയ ചേഞ്ച് അല്ലേ, പക്ഷെ അത് വെയിറ്റ് ലോസ് ജേണിയെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ അത് സഹായിക്കുന്നുണ്ടാവും. ഇനി ജപ്പാനീസ് വെയിറ്റ് ലോസ് സീക്രട്ടിലെ രണ്ടാമത്തെ കാര്യം പറയാം. ഇത് കേട്ടാൽ നിങ്ങൾ പറയും ഇതാണോ അവരുടെ സീക്രട്ട് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗ്രീൻ ടീ ആണ്. പക്ഷെ ഇത് സാധാരണ ടീ അല്ല. ജപ്പാനിലെ ആളുകൾ ഗ്രീൻ ടീ കുടിക്കുന്നത് ടേസ്റ്റിന് വേണ്ടി മാത്രമല്ല, അവരുടെ ഡെയിലി ലൈഫിലുള്ള ഒരു ഫാറ്റ് ബേണർ ആയിട്ടാണ് ഇത് സഹായിക്കുന്നത്. ഇതിൽ ഗ്രീൻ ടീയിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് ഉണ്ട് അല്ലേ. ഇത് ബോഡി മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് ഒക്കെ ബേൺ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ടാണ് ജപ്പാനീസ് ആളുകൾ ഹെവി ജിം ഒന്നും ഇല്ലാതെ സ്ലിം ആയി കാണപ്പെടുന്നത്. ഇനി മറ്റൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ ടീ ഓൾമോസ്റ്റ് 0 കാലറി ഡ്രിങ്ക് ആണ്. നമ്മളൊരു ചായ അടിക്കുമ്പോൾ അതിൽ പഞ്ചസാര ഉണ്ടാവും, പാലുണ്ടാവും, എക്സ്ട്രാ കാലറീസ് ആയിട്ട് കുറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. പക്ഷെ ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്, ക്ലീൻ ആണ്, റീഫ്രഷിംഗ് ആണ്. അതേ സമയം ബോഡിയിലെ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ ജപ്പാനീസ് ആളുകൾ ഇത് അവരുടെ കൂൾ ഡ്രിങ്ക്സിന് പകരം സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ പകരം ഗ്രീൻ ടീ ചൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് മൈൻഡ് കാമാവും, സ്ട്രെസ് ഈറ്റിംഗ് പോലും കുറയുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാലേ, സ്ട്രെസ് കൂടുമ്പോൾ ജങ്ക് ഫുഡ് ക്രേവിങ്സ് ഒക്കെ കൂടും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഈ ഗ്രീൻ ടീ ഉണ്ടായതുകൊണ്ട് കുറെ ക്രേവിങ്സും കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ദിവസത്തെ മധുരം ഇട്ടിട്ടുള്ള ചായ മാറ്റി വെക്കുക, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ഡ്രിങ്ക് മാറ്റി വെക്കുക. അതിന് പകരം ഒരു മധുരം ഇടാത്ത ഗ്രീൻ ടീ കുടിക്കുക. അത് ലഞ്ച് കഴിഞ്ഞോ ഈവനിങ് ടൈമിലോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ചെറിയൊരു വ്യത്യാസമാണ്, പക്ഷെ അത് നിങ്ങളെ ഫാറ്റ് ബേണിന് സഹായിക്കും. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണിയിൽ നല്ലൊരു മാറ്റമായിരിക്കും. അടുത്ത സീക്രട്ട് എന്ന് പറയുന്നത് ട്രയാങ്കിൾ റൂൾ ആണ്. അതായത് അതൊരു ഡയറ്റ് അല്ല, എക്സസൈസ് അല്ല, ഭക്ഷണം കഴിക്കുന്ന ഒരു മെത്തേഡാണ്. നമ്മൾ സാധാരണ ഒരു പാത്രത്തിലെ ഒരു സംഭവം ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടല്ലേ അടുത്ത പാത്രത്തിലേക്ക് പോവുക. അതിന് പകരം ആദ്യം റൈസ് എടുക്കുക, പിന്നെ സൂപ്പ് എടുക്കുക, പിന്നെ സൈഡ് ഡിഷ് എടുക്കുക, വീണ്ടും റൈസ് എടുക്കുക, സൂപ്പ് എടുക്കുക, സൈഡ് ഡിഷ് എടുക്കുക. അതൊരു റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കഴിക്കുക കേട്ടോ. ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പോലെ തോന്നും. അതാണ് അതുകൊണ്ട് ട്രയാങ്കിൾ ഈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും ഇതിലെ വെയിറ്റ് ലോസ് സീക്രട്ട് എന്താണ്. അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന സ്പീഡ് സ്ലോ ആവുന്നുണ്ട്. ഈ സ്ലോ ആവുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? പെട്ടെന്ന് കഴിക്കുന്നവർക്ക് പതുക്കെ കഴിക്കുന്നവരെക്കാൾ ഒരു 3 ഇരട്ടിയോളം പൊണ്ണത്തടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിന് നമ്മൾ ഇത് വയർ ഫുള്ളായിട്ടുണ്ടല്ലോ എന്നുള്ള ആ സിഗ്നൽ എത്താൻ കുറച്ച് സമയം എടുക്കും. പെട്ടെന്ന് കഴിക്കുമ്പോൾ ആ സിഗ്നൽ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ നമ്മൾ ഈ വളരെ സ്ലോ ആയിട്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുക? നമ്മൾ ഈ റൊട്ടേറ്റ് ചെയ്ത് ട്രയാങ്കിൾ മെത്തേഡിൽ കഴിക്കുമ്പോൾ കുറച്ച് ഫുഡേ കഴിക്കുന്നുണ്ടാവുള്ളൂ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ആ സിഗ്നല് പെട്ടെന്ന് ബ്രെയിനിൽ എത്തുകയും ചെയ്യും. അതായത് ഓരോ ബൈറ്റും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് കഴിക്കാനും പറ്റും. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് കാമാവും, ഓവർ ഈറ്റിംഗ് തടയുകയും ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആക്ഷൻ എന്ന് പറയുന്നത് ഇനി ഒറ്റ മീലിൽ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ കറികള്, വെജിറ്റബിൾസ്, സൂപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിക്കാൻ നോക്കുക. ഓരോ ബൈറ്റിന് ശേഷം സ്പൂൺ ഒന്ന് താഴെ വെച്ചിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അത് നിങ്ങളുടെ സമയം കൂട്ടാനും ഓരോ ഭക്ഷണവും ചവച്ചരച്ച് കഴിക്കാനും നിങ്ങളെ സഹായിക്കും. ഇത് നമുക്ക് വയറ് നിറഞ്ഞിരിക്കാനും എന്നാൽ കലോറി ഒന്നും കൂടാതെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും, എങ്ങനെയാണ് ഈ ജപ്പാനിലെ ആളുകൾ ഇത്ര ഡിസിപ്ലിൻ ആയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന്. അതിൽ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ആൻസർ ഉണ്ട്. കാരണം ഇത് അവര് ഒരു പ്രായം എത്തിയിട്ട് ഒരു 30-ന് ശേഷം 40-ന് ശേഷം ഒന്നും പഠിക്കുന്നതല്ല. അവര് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിച്ചു വരുന്നതാണ്. അതായത് ജപ്പാനിലെ കുട്ടികൾക്ക് ഭക്ഷണം എന്ന് പറയുന്നത് വെറുതെ കഴിക്കുക, എണീറ്റ് പോവുക എന്നുള്ളതല്ല. അവരുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അവരുടെ സ്കൂളുകളിൽ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ടാവും.
ഈ കുട്ടികളെ എത്ര ഭക്ഷണം കഴിക്കണം, എന്തെല്ലാം കഴിക്കണം, ഇതൊക്കെ കെയർഫുള്ളി പ്ലാൻ ചെയ്യുന്നത് ന്യൂട്രീഷനിസ്റ്റ് ആണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഓരോ മാസവും അവിടെ സ്റ്റുഡൻസിന് ഒരു സ്പെഷ്യൽ മെനു ഷീറ്റ് കൊടുക്കും. അതിൽ എന്ത് ഫുഡ് എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണല്ലേ, എന്ത് ഫുഡ് എന്ന് മാത്രമേ മെനു ഷീറ്റിൽ കാണുള്ളൂ. പക്ഷെ അതിൽ അങ്ങനെയല്ല. അതിൽ എന്തെല്ലാം ന്യൂട്രിയൻസ് ഉണ്ട്, എന്തുകൊണ്ടാണ് നമ്മൾ ആ ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കേണ്ടത്, എങ്ങനെ കഴിക്കണം എന്നും കൂടി അതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയാവുമ്പോൾ നമുക്കൊരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് അവിടെ നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അവർ ഹെൽത്തി ഹാബിറ്റ് നാച്ചുറൽ ആയി തന്നെ വളർന്നു വരുന്നതാട്ടോ. ഇതൊന്നും ഡയറ്റ് ട്രിക്കായിട്ട് അവർ പഠിക്കുന്നതല്ല, അവർ ചെറുപ്പത്തിൽ തന്നെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹാബിറ്റാണ്. അതുകൊണ്ട് അവൾക്ക് വെയിറ്റ് ലൂസ് ചെയ്യണം എന്നുള്ള ഒരു സ്ട്രഗിള് ലാസ്റ്റ് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിൽ പോലും ഒരു മിനി ജപ്പാനീസ് സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. മീല് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മീൽ ഉണ്ടാക്കുമ്പോൾ ഈ ഫുഡ് നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം ബെനിഫിറ്റുകൾ ഉണ്ടാകുന്ന ഒന്ന് ചിന്തിക്കുക. പ്രോട്ടീൻ ഉണ്ടോ, വെജിറ്റബിൾ ഉണ്ടോ, ടു മച്ച് ഓയിൽ ആണോ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളൊന്ന് അവെയർ ആയാൽ തന്നെ നമ്മുടെ ഒരു ഹെൽത്തി ഈറ്റിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഹെൽത്തി ആവും, നമ്മുടെ വെയിറ്റ് ലോസ് സാധ്യമാവും, നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഹെൽത്ത് ഉണ്ടാവും. ഇത് ഞാൻ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, കുട്ടികൾ രാവിലെ ട്യൂഷന് പോകുമ്പോൾ ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് പോകും, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് മിക്കവാറും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, പുറത്ത് പോയിട്ട് എന്തെങ്കിലും സ്നാക്കോ ലൈമോ കഴിക്കും. പിന്നീട് വൈകുന്നേരത്തെ ട്യൂഷനൊക്കെ കഴിഞ്ഞ് മക്കളെ മിക്കവാറും എത്തുന്നത് 8 മണിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ ന്യൂട്രീഷൻ എന്നുള്ള ഒരു സംഭവം വളരെ വീക്കാണ്. എന്ത് കഴിക്കണമെന്ന് വളരെ നല്ല ഹെൽത്ത് ഉള്ള പ്രായത്തിൽ, നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയെ ബിൽഡ് ചെയ്യേണ്ട ഒരു പ്രായത്തിൽ പോലും നമ്മുടെ സ്കൂളുകളിൽ ഇത് ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവും. അടുത്ത ജപ്പാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതാണ് ഹരഹച്ചിബു. അതായത് നമ്മുടെ വയറ് 80% ഫുൾ ആകുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക എന്നുള്ളത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? പക്ഷെ ഈ ഒരു ശീലം കൊണ്ട് ജപ്പാനിൽ അത്രയും പൊണ്ണത്തടി കുറയുന്നുണ്ട്. കാരണം ജപ്പാനീസ് ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ വയറ് ഫുള്ളാവുന്നതും ഓവർ ഫുള്ളാവുന്നതും അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. വയറ് വെച്ച് നമ്മൾക്ക് തന്നെ ഒരു ശീലമുണ്ട് അല്ലെ, വയറ് നിറഞ്ഞു എന്ന് തോന്നിയാലും നമ്മളെ പ്ലേറ്റിൽ കുറച്ചും കൂടി ഭക്ഷണം ഉണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കഴിച്ചു തീർക്കൂ അല്ലെ. അതിന്റെ റിസൾട്ട് എന്താ? നമ്മുടെ വയറ് ഓവർ ഫില്ലാവും, ഒരുപാട് കാലറീസ് നമ്മുടെ ശരീരത്തിൽ ആഡ് ആവും, നമ്മൾ ഫാറ്റ് ആഡ് ആവും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും ഈ ജപ്പാനീസ് ആളുകൾ അവരുടെ ശരീരം പറയുന്ന സിഗ്നലുകൾ കേൾക്കുന്നുണ്ട്. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഓരോ ബൈറ്റും കഴിക്കുന്നതുകൊണ്ട്, സ്ലോ ആയി കഴിക്കുന്നതുകൊണ്ട് വയറ് നിറഞ്ഞോ എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ ശരീരത്തിന് നൽകുന്ന സിഗ്നലുകളൊക്കെ അവർ വാല്യൂ ചെയ്യുന്നതുകൊണ്ട് അവർ ഈ സ്നാക്കിങ് പോലും വളരെ സ്മാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതായത് വലിയൊരു ചിപ്സിന്റെ പാക്കറ്റ് എടുത്തിട്ട് അവർ സ്നാക്ക് ചെയ്യില്ല. വളരെ സ്മോൾ പോർഷൻ എടുത്തിട്ട് സ്മോൾ പ്ലേറ്റുകൾ എടുത്തിട്ടാണ് അവർ സ്നാക്കിങ് ചെയ്യുന്നത്. അത് അവരുടെ മാർക്കറ്റ് ശ്രദ്ധിച്ചാൽ പോലും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നമ്മുടെ ഇവിടെ വലിയ ബർഗർ കിട്ടുമ്പോൾ ജപ്പാനിൽ വളരെ ചെറിയ ബർഗറാണ് കിട്ടുന്നത്. സോഫ്റ്റ് ഡ്രിങ്കുകളുടെ കാര്യത്തിലും അതേ വ്യത്യാസമുണ്ട്. നമ്മുടെ മാർക്കറ്റുകളിൽ വലിയ സോഫ്റ്റ് ഡ്രിങ്കുകൾ കിട്ടുമ്പോൾ ജപ്പാനിൽ വളരെ ചെറിയ പോർഷൻ സൈസുള്ള സോഫ്റ്റ് ഡ്രിങ്കുകളാണ് കിട്ടുന്നത്. ഇങ്ങനെ സ്നാക്കിങ് കഴിക്കും, കുറച്ച് സ്നാക്ക് കഴിക്കുമ്പോൾ എന്താ, നമുക്ക് ആ ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും അല്ലെ. എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ആ ക്രേവിങ്സ് കുറഞ്ഞു കിട്ടും. എന്നാൽ അധികം കാലറി ഒന്നും നമ്മളുടെ ശരീരത്തിൽ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അത് നമ്മളെ ഹെൽത്തി ആവാൻ സഹായിക്കുകയും ചെയ്യും, ആ ക്രേവിങ്സ് കുറയ്ക്കുകയും ചെയ്യും. ഇനി എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വലിയ പാക്കറ്റാണ് നമ്മുടെ സ്നാക്ക് എങ്കിൽ അത് നമ്മൾ മാറ്റി വെക്കുക, എന്നിട്ട് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് ചെറിയ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാം. ഇനി എന്ന് പറയുന്നത്, ഇനി ജപ്പാനീസ് ഹാബിറ്റിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ അത് കുറവാണ്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് വർക്കൗട്ടുകളല്ല ചെയ്യുന്നത്. അവർ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത്. അതായത് അവർ ചെറിയ ദൂരങ്ങൾ പോലും നടക്കാൻ ശ്രമിക്കും. അവർ ജോലിയിലേക്ക് പോകുന്നത്, മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങാൻ പോകുന്നതൊക്കെ ബസ്, ട്രെയിൻ പോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? അവരുടെ ഡെയിലി സ്റ്റെപ്പ് കൗണ്ട് കൂടാൻ തുടങ്ങും. അതായത്
അവർ കൂടുതൽ മൂവ് ചെയ്യാൻ തുടങ്ങും. ലിഫ്റ്റിന് പകരം സ്റ്റെയേഴ്സ് ഉപയോഗിക്കും. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ബസ്സിലാണെങ്കിൽ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് കടയിലേക്ക് നടന്നു തന്നെ പോകേണ്ടി വരും. സ്കൂട്ടർ ആണെങ്കിൽ നമ്മുടെ കടയുടെ തൊട്ടടുത്ത് വരെ സ്കൂട്ടർ കൊണ്ടുപോകും അല്ലേ. അതാണ് പബ്ലിക് ട്രാൻസ്പോർട്ടിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലേക്കും നമുക്ക് നടക്കൂടി വേണം. അപ്പോൾ ഡെയിലി സ്റ്റെപ്സ് കൂടും, കലോറി ബേൺ ചെയ്യും, ബോഡി ആക്റ്റീവായി ഇരിക്കാൻ ഇത് സഹായിക്കുകയും ചെയ്യും. ഇത് നിങ്ങളെ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ വെയിറ്റ് ലോസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി വാക്കിംഗ് ഉള്ള ആ ഒരു ചെറിയ ശീലം കഴിയുന്ന പരമാവധി കൂട്ടിക്കൊണ്ടുവരാം. ഫോൺ സംസാരിക്കുകയാണെങ്കിൽ നടന്നുകൊണ്ട് സംസാരിക്കുക. ചെറിയ സ്ഥലങ്ങളിലേക്ക്, പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നടന്നു പോകാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറെ ജപ്പാനീസ് ട്രിക്കുകൾ പറഞ്ഞു അല്ലെ. ട്രിക്ക് എന്ന് പറയുമ്പോൾ മാജിക് ഒന്നുമല്ല, അവര് ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. ഇത് നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ മടുപ്പ് തോന്നും അല്ലെ. എല്ലാവരും കുറെ ഫുഡ് കഴിക്കുന്നു, ഞാൻ കുറച്ച് ഫുഡേ കഴിക്കുന്നു എന്നുള്ളവർക്ക് 1-3 സിസ്റ്റം ഫോളോ ചെയ്യാം. കാരണം അതിൽ ഒരുപാട് ഫുഡ് ഉണ്ട്, എന്നാൽ കാലറി കുറവാണ്, നമ്മുടെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിൾ മെത്തേഡ് ഫീൽ ചെയ്യാം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇരിക്കുന്നുണ്ട്, നമുക്കും അത് അവരുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ എൻജോയ് ചെയ്യാം. ട്രയാങ്കിൾ ഈറ്റിംഗ് ഒന്ന് നമ്മൾ ഫോളോ ചെയ്താൽ മതി. അതായത് ഓരോ ഭക്ഷണവും വളരെ ശ്രദ്ധിച്ചെടുക്കുക, ചെറിയ പോർഷൻ സൈസ് എടുക്കുക, ചവച്ചരച്ച് നല്ല രീതിയിൽ അത് കഴിക്കുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഡയറ്റ് ചെയ്യുകയാണെങ്കിലും, അതായത് പോർഷൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിലും, എല്ലാ ഭക്ഷണങ്ങളും ടേസ്റ്റ് അറിഞ്ഞ് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ നടത്തത്തിന്റെ ഡെയിലി സ്റ്റെപ്പ് എണ്ണം കൂട്ടുക. അത് നടത്തത്തിനായിട്ട് നമ്മൾ നടക്കുന്ന പോലെയല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ സ്റ്റെപ്പ് കൗണ്ട് കൂട്ടാൻ ശ്രമിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമന്റുകളെല്ലാം നമ്മളെ അറിയിക്കുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.